ലയണൽ മെസ്സി ഈസ് ബാക്ക്, ദ ലെജൻഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ആൾ ടൈം. അല്ലേ? ഇൻ്റർ മിയാമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം, ഇൻ്റർ മിയാമിക്കാണെന്നുണ്ടെങ്കിലും അർജൻറ്റീനക്കാണെങ്കിലൊക്കെ ഒരുപാട് ദിവസത്തെ ഒരു വെക്കേഷന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ലിയോ വീണ്ടും കളത്തിലിറങ്ങിക്കാണ്. ഇറങ്ങിയ ഉടനെ തന്നെ 2 ഗോളും അടിച്ചുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് നമ്മളെ രാജാവ്. അപ്പോൾ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പാണ് കാണികൾക്ക്, ഫാൻസിന്. അദ്ദേഹം കളത്തിലിറങ്ങുന്നത് ഓരോ ദിവസങ്ങളും, അല്ലെങ്കിൽ ഇൻ്റർ മിയാമിയുടെ ഓരോരോ മത്സരങ്ങളും വരുമ്പോൾ കാത്തിരിക്കുകയാണ്. മെസ്സി ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർജൻറ്റീനയുടെ റീസെൻ്റ്ലി നടന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങളിലൊന്നും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു പരിക്കെന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഇൻ്റർ മിയാമിക്ക് വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ ഗോളടിച്ച് 1-2 ഗോളടിച്ചിട്ട് ഇൻ്റർ മിയാമിക്ക് നല്ലൊരു വിജയം, 3-1 ഒരു വിജയം സമ്മാനിച്ചിരിക്കുകയാണ്. സുവാരസിൻ്റെ വക ഒരു ഗോളും ഉണ്ട്. മെസ്സി ഇൻ്റർ മിയാമിക്ക് വരുന്ന സമയത്ത് 29ാമത്തെ റാങ്കിലോ അത്രയൊക്കെ ഇന്ന് തോന്നുന്നുണ്ട് ടീം ലീഗിൽ കടന്നിരുന്നത്. ആ ഒരു ടീമിനെ വന്ന സമയത്ത് തന്നെ 1ാം നമ്പറിലേക്ക് എത്തിക്കാനും, അതുപോലെ ഒരു ട്രോഫി ഒന്നും ഇല്ലാത്ത ടീമിനെ ഇപ്പോൾ നിലവിൽ 2ാമത്തെ ട്രോഫിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഇൻ്റർ മിയാമി വെയിറ്റ് ചെയ്യണത്. അതിൻ്റെയൊക്കെ അടുത്താണ് നിൽക്കുന്നത്. ആ ഒരു ലെവലിലേക്കൊക്കെ മൊത്തത്തിൽ ആ ടീമിനെ മൊത്തത്തിൽ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് വരേണ്ടവർ വന്നാൽ കഴിഞ്ഞാൽ അവർ മൊത്തത്തിലൊരു മാറ്റങ്ങൾ വന്നിരിക്കും, അല്ലെങ്കിൽ വരുത്തിയിരിക്കും. അതാണ് ലിയോ. അദ്ദേഹത്തിൻ്റെ ലെവൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണല്ലോ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അർജൻറ്റീനയുടെ അടുത്ത് വരുന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ ആ നീല ജേഴ്സിയിൽ കാണാൻ നമുക്ക് കഴിയും. അവരൊക്കെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ, അവരൊക്കെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഏതാനും എത്ര കാലം നമ്മളൊക്കെ അവരുടെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതൊന്നും നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം മെസ്സി ആണെങ്കിലും നെയ്മർ ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലൊക്കെ അവരുടേതായിട്ടുള്ള കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നെയ്മർ ആണെന്നുണ്ടെങ്കിൽ നല്ല പങ്കാലത്ത് തന്നെ ഒരുപാട് മത്സരങ്ങൾ പരിക്കിൻ്റെ പിടിയിലായിട്ട് പുറത്തിറക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥകളിലൊക്കെയാണ്. അപ്പോൾ ഏതായാലും മെസ്സി വരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ അവിടെ കാണിക്കലും കഴിഞ്ഞു എന്നുള്ളതാണ്.